ആണിനെ സംബന്ധിച്ച് ആണ് പ്രണയിക്കുമ്പോൾ പലപ്പോഴും തീവ്രമായി മരിച്ച് പ്രണയിക്കും കുറേ പേര്. പെൺകുട്ടികളിലും കുറേ പേര് തീവ്രമായി മരിച്ച് പ്രണയിക്കും. പക്ഷെ പെൺകുട്ടിക്ക് പെട്ടെന്ന് തിരിച്ചു വരാൻ പലപ്പോഴും കഴിയും. കാരണം അവർക്ക് ഡബിൾ എക്സ് ക്രോമസോം ഉള്ളതുകൊണ്ട് അതിൽ ടോളറൻസുകൾ ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ടാണ് ഒരു പെൺകുട്ടിക്ക്, സ്ത്രീക്ക്, അമ്മയ്ക്ക് പ്രസവിക്കാൻ പറ്റുന്നത്. ഒരു പുരുഷന് അത് അത്രയും ടോളറൻസ് വരില്ല. ചുമ്മാ പുരുഷൻ ബഹളം വയ്ക്കുന്നു, അടി കൂടുന്നു, വയലിലാവുന്നു പറഞ്ഞാൽ പോരാ. ലോല മനസ്സ് നോക്കാം. നമുക്കിപ്പോൾ സന്യാസികളിലേക്ക് നോക്കിയാൽ സ്ത്രീ സന്യാസിനിമാരെടുത്ത് പോയി നിങ്ങൾ ധ്യാനവും മെഡിറ്റേഷനും നടത്തിക്കൊള്ളൂ എന്ന് വലുതായിട്ട് പറയാറില്ല. കാരണം അവരല്ലെങ്കിലും അവർക്ക് ഈസി ആയിട്ട് പറ്റും. എന്നാൽ പുരുഷന് തൻ്റെ ശരീരത്തെ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചടക്കി വയ്ക്കാൻ അത്ര പെട്ടെന്ന് പറ്റൂല. ഞാൻ പറഞ്ഞു മനസ്സിലായി? പെട്ടെന്ന് പറ്റൂല. കാരണം ഇപ്പം അവനെ തന്നെ പുരുഷനെ എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ സെക്സ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഓർഗൻസ് പോലും ബോഡിയുടെ പുറത്തേക്കാണ് വെച്ചിരിക്കുന്നത്. പുരുഷനെടുക്ക് അല്ലെങ്കിൽ പെട്ടിക്കുട്ടിയെടുക്ക്, ആണിൻ്റെ സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് നമ്മൾ ടെസ്റ്റക്കിൾ എന്നാണ് പറയുക, അല്ലേ? ടെസ്റ്റക്കിൾ ബോഡിയുടെ വയറ്റിനകത്താണോ വെച്ചേക്കുന്നത്? ബോഡിയുടെ പുറത്താണ്. എന്നാൽ പെൺകുട്ടിയെ സംബന്ധിച്ച് ഓവറി എന്ന് പറയുന്ന ബോഡിക്കകത്താണ് വെച്ചേക്കുന്നത്. അപ്പോൾ അവർക്കെല്ലാം ബോഡിക്കകത്ത് കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള പ്രത്യേക കഴിവുണ്ട്. ഇത് ഈ പോത്തന്മാരായ കുറേ പയ്യന്മാർക്ക് അറിഞ്ഞൂടാ. മനസ്സിലായി? ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർ സന്തോഷത്തിൽ കേട്ടിട്ടുമുണ്ട്. അപ്പോൾ കുട്ടി ഇത് പറഞ്ഞ് മനസ്സിലാക്കണം ഓരോ കാര്യങ്ങളും.